ശ്രീ ആരിഫ് ഹുസൈൻ, ഇതെങ്ങനെയാണ് ഭീകരവാദികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത്? ഇതിലെന്തിനാണ് കോൺഗ്രസ് ഇത്ര വേർപ്പൊഴുക്കുന്നത്? ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നൊരു വിഷയമാണ്. അതായത് ഇവിടെ തീവ്രവാദത്തെക്കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ അങ്ങനെ പറയരുത്, അത് വിശ്വാസികൾക്ക് വേദനയാകും എന്ന് പറയുന്ന ഒരു നിലപാട്, അത് സത്യത്തിൽ എത്രമാത്രം ഡാമേജിങ് ആണ്, അത് വളരെ കുഴപ്പം പിടിച്ചൊരു നിലപാടാണെന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട്. ഇവിടെ നമ്മളത് ആവർത്തിക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയൊരു ഷോർട്സ് കണ്ടാണ് ഞാനത് ആ വീഡിയോ പരിചയപ്പെടുന്നത്. പിന്നീട് അത് മുഴുവൻ ഇരുന്ന് കാണേണ്ടി വരികയാണ് ചെയ്തത്. കാരണം നമ്മൾ എന്താണോ ഇവിടെ പറയുന്നത് ആ സംഗതികൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹവും പറയുന്നതായിട്ട്, അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകളായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥിതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ആ ഒരു വളരെ കൂടിയ തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി, ജാതി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷൻ 2047 ഡോക്യുമെന്റ്, അതിനകത്ത് എന്താണോ ആ തീവ്രവാദ കൂട്ടം എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ BJP RSS എന്നൊക്കെ പറയുന്നത് വലതുപക്ഷമായിട്ട് നിങ്ങൾ കണക്കാക്കുമെങ്കിൽ ഇവിടെയുള്ള ഇടതുപക്ഷം എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്നതാണ് ബാക്കിയുള്ള എല്ലാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെ പാരറ്റ് ചെയ്യുക, ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ പാരറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സത്യത്തിൽ ഇവരുടെ വായിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകളിലൂടെ കാണാൻ കഴിയുന്നത്. അതെന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇവിടെ ഉള്ള ഭരണവർഗം അവർ ഈ പറയുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതുപോലെ മുസ്ലിങ്ങൾക്കും എന്നും ശത്രുക്കളാണ് എന്ന് നമ്മൾ വരുത്തി തീർത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാചകത്തിന്റെ ഒരു അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് പറയണം, ആ ഒരു ശത്രുത അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് അവിടെ പൊക്കി വെക്കേണ്ടത്? ഈ ജാതിയാണ്. അപ്പോൾ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ, അതിൻ്റെ പേരുള്ള പെരുപ്പിച്ച കഥകളും പറഞ്ഞ് ആളുകളുടെ ഉള്ളിൽ ഒരു വിരോധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയാണ്. അപ്പോൾ ഇത് തന്നെ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന കൂട്ടം ആളുകൾ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു എക്സ് മുസ്ലിം, ഈ പറയുന്ന ഇസ്ലാമിക് പൊളിറ്റിക്സ്, ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പും അതുപോലുള്ള വിഷയങ്ങളും ഈ ഇസ്ലാമിക് ടെററും ഇതൊക്കെ കാണുന്നതും അതിനു വേണ്ടിയിട്ട് ആക്ടിവിസം എന്നുള്ള നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ ഈ സാധനമാണ് ആദ്യം പെടുക. ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്. അതായത് ഈ ഇസ്ലാമിക് ഈ ഒരു പൊളിറ്റിക്കൽ ടൂൾ, അതല്ലെങ്കിൽ അവരുടെ ആ സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് നിന്നുകൊടുക്കുന്ന, അതിൻ്റെ ആ ഒരു കൃത്യമായ നടത്തിപ്പുകാരനായിട്ട് മാറുന്ന റോളിലേക്ക് ഇന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് മാറുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മളെല്ലാം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെയാണ്. ആ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞ് ഇതുപോലെ മൃതപ്രായനായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. അതിനെ നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ വായിൽ നിന്നും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഗവേണൻസ് ഫെയിലിയറോ അതല്ലെങ്കിൽ പോളിസി ഫെയിലിയറോ ചർച്ചയാകേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് ഒരു വഴി തെറ്റിപ്പോലും എത്താൻ സാധ്യത ഒരു രാജ്യത്തുണ്ടെങ്കിൽ അതിനെപ്പോലും തടയുന്ന രീതിയിൽ ഈ ചർച്ച മുഴുവൻ നാഷണലിസത്തിലേക്കും രാജ്യസ്നേഹത്തിലേക്കും അതല്ലെങ്കിൽ ഈ സൈനികരെ അവഹേളിക്കുന്നതിലേക്കും രാജ്യത്തെ മൊത്തത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുന്നതിലേക്കും തീവ്രവാദ രാഷ്ട്രങ്ങൾക്ക് അവരുടെ നിലപാടുകൾക്ക് കണ്ടില്ലേ, അങ്ങ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പോലും മോദിയെ തള്ളി പറയുന്നു എന്ന രീതിയിൽ പാകിസ്ഥാനിലെ മന്ത്രിമാരൊക്കെ ഇരുന്നിട്ട് വീമ്പ് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കുമ്പോൾ സത്യത്തിൽ ഇത് എന്ത് സന്ദേശമാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവിടുത്തെ BJPക്കാർക്ക് കൊടുക്കുന്നത് എന്തെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? വളരെ തെറ്റായിട്ടുള്ള സന്ദേശമാണെന്ന് പറയാനുള്ളൂ. ഇവിടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രതിപക്ഷം വേണം, പ്രതിപക്ഷ നേതാവും വേണം. അങ്ങനെ ഒരു റോളിൽ ഇരിക്കുന്ന ആള് കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിലകൊള്ളേണ്ട ഒരു കാലഘട്ടത്തിൽ തീർത്തും നിരുത്തരവാദപരമായ രീതിയിൽ നിലകൊള്ളുക മാത്രമല്ല, വായിൽ നിന്നും വരുന്ന വാക്കുകളും അതുപോലെയുള്ള പ്രവൃത്തികളും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് കൂടുതൽ വലതുപക്ഷ ശാക്തീകരണത്തിനും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം കൂടുതൽ ഇവിടെ ഫലപ്രദമായിട്ട് അവർക്ക് ഇവിടെ ചെലവഴിക്കാനുള്ള വഴിയും തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് ശക്തിപ്പെട്ട് കഴിയുമ്പോൾ അത് ആ വലതുപക്ഷക്കാരുടെ പ്രശ്നമാണ്, അവരാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പഴി ഇറക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോൾ അവരെ നമ്മൾ ഇനി രണ്ടാമത് കാണുള്ളൂ. അപ്പം നമ്മൾ പറയുന്നത്, നിങ്ങൾ എടുക്കേണ്ട പണി നിങ്ങൾ എടുക്കാതിരുന്നിട്ട് ഇവിടെ വലതുപക്ഷ ശാക്തീകരണം നടന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ
ചെയ്യേണ്ട പണി ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്രമാത്രം ഒരു ജീർണിച്ച അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ തിരിച്ചറിയുക. ഇത് ഉണർന്നു വരണം, ഇത് ഉയർന്നു വരണം, മാറണം എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തുക. ഈ കുടുംബവാഴ്ചയൊക്കെ തള്ളി പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്നിപ്പോൾ കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ, ശശി തരൂരൊക്കെ അത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചറിവാണ് അതിന്റെ കാരണം. ഈ തിരിച്ചറിവ് ഓരോ പൗരനും ഉണ്ടാവേണ്ടതാണെന്നാണ് ഞാൻ പറയാം. അതുണ്ടായാൽ മാത്രമാണ് ഇതിൽ നിന്നും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ഇടകലർത്തുന്നു. ഇത് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ സ്നേഹമാണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്കത് മനസ്സിലാക്കാം. ഇത് ഒരു മുസ്ലിം സ്നേഹം എന്നതിനപ്പുറത്തേക്ക് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതാണ് എന്നാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അതിനേക്കാളും അപ്പുറത്തേക്ക് എത്തുകയാണ്. പച്ചയ്ക്ക് ഇപ്പോൾ സാം പിട്രോഡയുടെ വാക്കുകളൊക്കെയാണ് രാഹുൽ സ്ട്രാറ്റജിക്കലായിട്ട് എടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പാകിസ്ഥാൻ എൻ്റെ ഹോംലാൻഡ് പോലെയാണ് എന്ന് ഒരു പ്രതികരണം നടത്തുന്ന സാം പിട്രോഡെ പോലെയുള്ള ആളുകളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അങ്ങ് പറയുകയാണ്. ഇവിടെയാണ് ഇത് ന്യായീകരിക്കാൻ പറ്റാത്തത്. ഒരു മാനവികവാദി എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ എന്നും ശത്രു രാജ്യമായിട്ട് കാണണം, അവരുമായിട്ട് നമ്മൾ എന്നും ഇങ്ങനെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള വാദമൊന്നും എനിക്കില്ല. കാരണം അവരുമായിട്ടും വളരെ നല്ല ഒരു ബന്ധം ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണോ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഊഷ്മളമായ ബന്ധങ്ങളുള്ളത് അതേപോലെ ഒരു നല്ല ബന്ധം അവിടുത്തെ മനുഷ്യരുമായിട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ നിങ്ങൾ അവിടെയുള്ള തീവ്രവാദികളെ തള്ളി പറയാതിരിക്കുക, അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഏറ്റുപിടിക്കുക. അത് നമ്മളുടെ ഇവിടെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വരുത്തുക. പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഞാനും കണ്ടിട്ടുള്ള കാര്യമാണിത്. അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രമാത്രം അധപ്പതിച്ച ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഭരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവികളെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കെട്ടുകഥകളും ഇതുപോലെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പോലുമുള്ള ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറയുന്നത്, ഈ വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ അത് പൊതുവെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഈ ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെ മറികടന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകൾ ഈ രംഗം വാഴുന്ന ഒരു സമയം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വോട്ട് ബാങ്ക് കളിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആരുടെ വോട്ടിന് വേണ്ടിയാണ് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ, ഇപ്പോൾ ഹിന്ദു ഭീകരത എന്ന് പറയാൻ ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. നമ്മൾ ഈ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് മംഗലാപുരത്തൊരു അറ്റാക്ക് ഉണ്ടായിരുന്നത്. അവിടെ അവർ കൃത്യമായിട്ട് എഴുതി ഹിന്ദു ഭീകരരുടെ അക്രമം, അതിനകത്ത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദു ഭീകരരുടെ പ്രശ്നം, അതിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ഉണ്ടാകാത്ത എന്ത് വർഗീയ ലഹളയാണ് അവിടെ കാശ്മീരിൽ പഹൽഗാമിൽ മുസ്ലിം ഭീകരരുടെ അറ്റാക്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭീകരത? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് പ്രീണനം എന്ന് പറയുന്നത് അത് ഒരു കൂട്ടം ആളുകൾക്ക് നേരെ വെക്കുമ്പോൾ മറ്റേ കൂട്ടം ആളുകളുടെ ഇതിലേക്ക് വരുന്ന നിങ്ങൾ വലത്തോട്ട് മാറിയാൽ അപ്പുറത്തൊരു ഇടതുപക്ഷം സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇടത്തോട്ട് മാറിയാൽ അപ്പുറത്തൊരു വലതുപക്ഷം സ്വാഭാവികമായിട്ടുണ്ടാവും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആണ് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പൊ അത് തിരിച്ചറിയുക, പറയേണ്ടതിനെ പറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത്, അതിലൊരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ചെയ്യാത്ത കാലത്തോളം ഇവിടെ വലതുപക്ഷ ശാക്തീകരണം ഉണ്ടാവും. കോൺഗ്രസ് സത്യത്തിൽ അവരുടെ സ്വന്തം കുഴി ഇങ്ങനെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്.